ഗുണ്ടാത്തലവൻ മരട് അനീഷിനെ റിമാൻഡ് ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുളവുകാട് പോലീസ് അനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തമിഴ്നാട് പോലീസ് അനീഷിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കേരളത്തിൽ മാത്രം 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ്. തമിഴ്നാട്ടിലും സ്വർണ്ണക്കവർച്ചയടക്കമുള്ള കേസുകളുണ്ട്. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അവർ ഇന്ന് രാവിലെയാണ് മരട് അനീഷിനെ മുളവുകാട് നിന്ന് പോലീസ് പിടികൂടുന്നത്. മറ്റൊരു പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസ്, ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസിനാണ് മരട് അനീഷ്, ഒളിവിൽ കഴിയുകയായിരുന്ന അനീഷിനെ കയ്യിൽ കിട്ടുന്നത്. അതിനുശേഷം ഇയാളെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് ഏതെങ്കിലും കേസുകളിൽ നിലവിൽ വാറന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് 2005 രജിസ്റ്റർ ചെയ്ത പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ വാറന്റ് ഉള്ളതായി കണ്ടത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിൽ വിട്ടിട്ടുണ്ട്. നേരത്തെ ഒളിവിൽ പോകാൻ അനീഷ് ഒളിവിൽ പോകാൻ കാരണമായ തമിഴ്നാട്ടിലെ സ്വർണ്ണക്കൊള്ള കേസ്, സ്വർണ്ണ കവർച്ച കേസിൽ തമിഴ്നാട് പോലീസ് സംഘം അനീഷിനെ തിരഞ്ഞ് കൊച്ചിയിലെത്തിയിരുന്നു. പക്ഷെ അവർക്ക് അന്ന് അനീഷിനെ പിടികൂടാനായിരുന്നില്ല. ഈ വാഹനം മാസങ്ങൾക്ക് മുമ്പ് വാഹനം തടഞ്ഞു നിർത്തി തമിഴ്നാട് ചാവടിയിൽ വാഹനം തടഞ്ഞു നിർത്തി സ്വർണം കവർന്ന കേസിലാണ് നിലവിൽ അവിടെ സ്വർണ്ണ കവർച്ച കേസുള്ളത്. ഈ കേസിൽ അനീഷിന് വേണ്ടി തമിഴ്നാട് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അനീഷിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.